ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫായതുകൊണ്ട് വീക്ക്ലി പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് ഞങ്ങൾ. ലുലുവിലേക്കാണ് പോകുന്നത്. സാധാരണ ഞങ്ങൾ പോകുന്ന ടൈമിൽ ഏടിനെ കൂട്ടാറില്ല. ഇത്തവണ അവനെയും കൂട്ടിയിട്ടുണ്ട്. അവനെയും കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ചായി. അതുകൊണ്ടാണ് ഇന്ന് അവനെയും കൂട്ടിയത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലൊരു ക്ലൈമറ്റ്, മഴയൊക്കെ വരാൻ പോകുന്നത് പോലെ. പക്ഷെ മഴയൊന്നുമില്ല കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് അടുത്താണല്ലോ, ഇത് കുറച്ച് പോകാനേ ഉള്ളൂ. ഏടൻ നല്ല കുട്ടിയായിട്ട് കാർ സീറ്റിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അവൻ അങ്ങനെ ഇരിക്കാറില്ല, വല്ലപ്പോഴും ഒക്കെ ഇരിക്കും. പക്ഷെ ഇന്ന് നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനുണ്ട് എൻ്റെ മടിയിൽ തന്നെ ഇരിക്കണം അവന്. ഏടൻ ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ ഏടൻ പെട്ടെന്ന് വലുതായതുപോലെ, വലിയ കുട്ടിയായി എന്നൊരു തോന്നൽ. അതെ, വലുതായി. ജൂലൈ ആയി കഴിഞ്ഞാൽ 2 വയസ്സായി. ഇതിൽ അവൻ ഇരിക്കുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. എപ്പോൾ അവനെ കൊണ്ട് വന്നാലും കുറച്ച് നേരം ഇരിക്കും, പിന്നെ അവൻ കരയും അവനെ എടുക്കണമെന്നും പറഞ്ഞിട്ട്. എന്തായാലും നോക്കാം. ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാനില്ല. കഴിഞ്ഞ ആഴ്ച മേടിച്ച സാധനങ്ങൾ ശരിക്കും ഒരാഴ്ച ആയിട്ടില്ല മേടിച്ചിട്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇനി ഓഫ് മുന്നോട്ട് ഈ വീക്കിലില്ല. അതുകൊണ്ട് ഇന്ന് ഇറങ്ങിയതാണ്. പിന്നെ നൈറ്റ് അജുവിനൊരു ഫിഷ് ഗ്രിൽ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇറങ്ങിയത്. ശരി തപ്പി ഇറങ്ങിയതാ. ശരി എന്നതിൻ്റെ പേര്? അതെ, ശരി. അപ്പോൾ ഗ്രില്ല് ഉണ്ടാക്കിയിട്ട് കൊളായില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, അല്ലേ ഇടൂല. ഏടൻ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അങ്ങനെ ഫിഷും പറഞ്ഞ് ഞങ്ങൾ അടുത്ത പർച്ചേസിലേക്ക് നീങ്ങി. പിന്നെ കുറച്ച് പച്ചക്കറികൾ മേടിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഏടൻ അവൻ്റെ പതിവ് പരിപാടി തുടങ്ങി. അവൻ അതിൽ നിന്ന് ഇറങ്ങണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് എടുക്കാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് അലമ്പാക്കൂ. വീട്ടിലുള്ള ഹാൻഡ് വാഷ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഓഫർ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഹാൻഡ് വാഷിങ് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. റമദാൻ ആയതുകൊണ്ടാണ് തോന്നുന്നു, ഒരുപാട് ഓഫേഴ്സ് കണ്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേണ്ട ഒരു ഹാൻഡ് വാഷും കൂടി എടുത്തിട്ട് ബാക്കിയുള്ള പർച്ചേസിലേക്ക് നീങ്ങി. ഏടൻ ഈ ഒരു ടൈം ആയപ്പോഴേക്കും അജുവിൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ അവന് ചെറുതായിട്ട് ഉറക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പർച്ചേസിങ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ ഉറങ്ങി. ഏടൻ ഉറങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം കാര്യങ്ങളൊക്കെ തീർത്ത് ഇറങ്ങാനുള്ള പ്ലാനിലായി. ഓൾമോസ്റ്റ് വേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾ എടുത്തു. ഇനി നെക്സ്റ്റ് വീക്കിൽ ഞങ്ങൾ സാധനം മേടിക്കാൻ വരത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ ഫിഷോ പാലോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം തീർന്നാൽ മേടിക്കാറേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് നെക്സ്റ്റ് വീക്കിൽ മാത്രമേ പർച്ചേസിങ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി.
എപ്പോൾ പർച്ചേസിങ് വരുമ്പോഴും ഒരു ബഡ്ജറ്റ് പ്ലാൻ ഇട്ടിട്ടാണ് വരിക. ഈ ഒരു എമൗണ്ടിനുള്ളിൽ നമ്മൾ സാധനങ്ങൾ മേടിക്കണം. പക്ഷേ എല്ലാ തവണയും ഞങ്ങൾ അതിൻ്റെ എബോവ് മേടിക്കും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ബില്ല് നന്നായിട്ട് നോക്കുന്നുണ്ട്. എപ്പോൾ പർച്ചേസിങ്ങിന് പോയാലും ഞാനിങ്ങനെ കേട്ടോ, എനിക്ക് വേണ്ട സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മേടിക്കും. ചില സാധനങ്ങൾ നമുക്ക് കാണുമ്പം അത്യാവശ്യം അല്ലെങ്കിൽ മേടിക്കണം തോന്നിക്കഴിഞ്ഞാൽ മേടിക്കൂലേ, അങ്ങനെ ഞാൻ മേടിക്കുന്നൊരു ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും അജുവിൻ്റെ ബഡ്ജറ്റ് തെറ്റുന്നതിൻ്റെ മെയിൻ കാരണം ഞാൻ തന്നെയാണ് കേട്ടോ. ഏടെ നല്ല ഉറക്കമാണ് കേട്ടോ, ഒരു വിവരം അറിയാതുള്ള ഉറക്കമാണ്. ശരിക്കും ഈ ഒരു ടൈമിൽ അവർ 2 അവർ ഉറക്കം പതിവാണ്. അതുകൊണ്ട് തന്നെ നന്നായി ഉറങ്ങണ്ടോ. വീട്ടിലെത്തിയാലും എഴുന്നേക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. പോയാലറിയാം, ചിലപ്പോൾ കാറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പം എഴുന്നേക്കും, ചിലപ്പോൾ ഈ ഒരു ഉറക്കം അവൻ കണ്ടിന്യൂ ചെയ്യും. അജുവിന് ഞങ്ങളെ വീട്ടിലാക്കിയ ശേഷം കാർ മെയിൻ്റെനൻസ് ചെയ്യാൻ പോകാനുണ്ട്. അപ്പോൾ അജു നേരെ മെയിൻ്റെനൻസിന് പോകും, ഞങ്ങൾ വീട്ടിലേക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.